ഹായ് കൂട്ടുകാരെ, ഇത് മുത്താരം കാടിന്റെ കഥയാണ്. പണ്ടൊരിടത്ത് മുത്താരം കാട് എന്നു പേരുള്ള ഒരു കാടുണ്ടായിരുന്നു. ഈ കാട്ടിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്. കാടിന്റെ ഒത്ത നടുക്ക് ഒരു മരപ്പൊത്തിനകത്താണ് ഈ കല്ലുള്ളത്. നല്ല മരതക പച്ച നിറത്തിലുള്ള ഈ കല്ല് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ കല്ലാണ് മുത്താരം കാടിന്റെ ഐശ്വര്യം. കാടിനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ ഈ കല്ലിനാകും എന്നാണ് മുത്താരം കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും വിശ്വാസം. ഒരു ദിവസം മുത്താരം കാട്ടിൽ വിക്കു എന്നു പേരായ ഒരു കുറുക്കനെത്തി. വിക്കുവും മാന്ത്രിക കല്ല് കണ്ടു. അതിന്റെ മന്ത്രശക്തിയെക്കുറിച്ച് കേട്ടപ്പോൾ അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ആഹാ, ഈ കല്ല് എനിക്ക് കിട്ടിയാൽ പിന്നെ ഒരാപത്തിലും പെടാതെ എനിക്ക് സുഖമായി കഴിയാമല്ലോ, അവൻ വിചാരിച്ചു. കുറച്ചുകാലം അവൻ ആ കാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും വിശ്വാസം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. ഇല്ലെങ്കിൽ കല്ല് കാണാതാകുമ്പോൾ എല്ലാവരും എന്നെ തന്നെ സംശയിക്കും. ആ കാര്യത്തിൽ അവന് ഒരു സംശയവും ഉണ്ടായില്ല. അങ്ങനെ വിക്കു കുറുക്കൻ ആ കാട്ടിൽ താമസമാക്കി. എല്ലാവരുടെയും കണ്ണിൽ നല്ലവരാകാൻ അവൻ പല അടവുകളും പ്രയോഗിച്ചു. ഒരു ദിവസം വിക്കു കാട്ടിലൂടെ നടക്കുമ്പോൾ ഭീമൻ കരടി ഒരു കുടം തേനുമായി ഗുഹയിലേക്ക് പോകുന്നത് കണ്ടു. ആഹാ, നല്ലൊരു സൂത്രം തോന്നുന്നുണ്ട്, വിക്കു മനസ്സിൽ വിചാരിച്ചു. അവൻ എന്തു ചെയ്തെന്നോ? രാത്രി ആരും കാണാതെ തേൻകുടം അവിടെ നിന്നും മാറ്റി. പിറ്റേ ദിവസം തേൻകുടം കാണാതെ ഭീമൻ കരടി വിശ്രമിച്ചിരുന്നു. വിക്കുവോ ആ തേൻ പകുതി കുടിച്ച് ബാക്കി തേൻ ഒരു ചെറിയ കുടത്തിലാക്കി അവൻ ഭീമന്റെ അടുത്തെത്തി. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ പറഞ്ഞു, അതേ ഭീമൻ കരടി, നിന്റെ കയ്യിലുള്ള തേൻകുടം ഇന്നലെ തൊട്ട് കാണാതായ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. നീ വിഷമിക്കേണ്ട, എന്റെ കയ്യിൽ കുറച്ച് തേനുണ്ട്. എനിക്കിത് ഇഷ്ടമേ അല്ല, അതുകൊണ്ട് ഈ തേൻ നീ എടുത്തോ, അവൻ പറഞ്ഞു. വിക്കു ഭീമനിൽ നിന്നും കട്ടെടുത്ത തേനാണതെന്ന് വേറെ ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു, ആഹാ, വിക്കു ഒരു പാവം തന്നെ. ഭീമൻ കരടിയുടെ സങ്കടം കണ്ട് സ്വന്തം കയ്യിലുള്ള തേനല്ലേ അവൻ ഭീമന് കൊടുത്തത്. അടുത്തൊരു ദിവസം കൂടുണ്ടാക്കുന്ന കാക്കമ്മയെ അവൻ കണ്ടു. അവന് വേറൊരു സൂത്രം തോന്നി. കാക്കമ്മ ഇല്ലാത്ത സമയത്ത് അവൻ കാക്കമ്മയുടെ കൂട് തകർത്തു. ആഹാരം തേടിപ്പോയ കാക്കമ്മ തിരിച്ചു വന്നപ്പോൾ കണ്ടത് തകർന്നു കിടക്കുന്ന പുതിയ കൂടാണ്. കാക്കമ്മയ്ക്ക് സങ്കടം സഹിച്ചില്ല. കാക്കമ്മ കരച്ചിലോട് കരച്ചിൽ. ഇതുകേട്ട് വിക്കു അവിടേക്ക് വന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു, അയ്യോ, കാറ്റത്ത് നിന്റെ കൂട് താഴെ വീണോ? സാരമില്ല, പുതിയ കൂടുണ്ടാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഇതുകേട്ട കാക്കമ്മയ്ക്ക് സന്തോഷമായി. സ്വന്തം കൂട് തകർത്തത് വിക്കു ആണെന്ന് കാക്കമ്മയ്ക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ പല സൂത്രങ്ങളും പ്രയോഗിച്ച് കാട്ടിലെ ഓരോ മൃഗങ്ങളുടെയും വിശ്വാസം അവൻ നേടിയെടുത്തു. ഇനി ധൈര്യമായി ആ കല്ല് കൈക്കലാക്കാം, അവൻ വിചാരിച്ചു. അന്നു രാത്രി ആരും കാണാതെ അവൻ മാന്ത്രിക കല്ലുള്ള മരത്തിനടുത്തേക്ക് നടന്നു. രാത്രിയല്ലേ, കണ്ണു കാണാതെ വഴിയിലുള്ള ഒരു കുഴിയിൽ അവൻ വീണു. വീഴ്ചയിൽ അവന് നല്ല പരിക്കുപറ്റി. ശരീരമാകെ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. വിക്കു കുഴിയിൽ കിടന്ന് കരച്ചിലായി. കുഴിയിൽ വീണു കിടക്കുന്ന വിക്കുവിനെ മൃഗങ്ങൾ കണ്ടു. അയ്യോ, നമ്മുടെ വിക്കുവല്ലേ അത്! നല്ലവനായി ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മൃഗങ്ങൾ തീരുമാനിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ച് അവനെ കുഴിയിൽ നിന്നും രക്ഷിച്ചു. പക്ഷേ ശരീരം മുഴുവൻ മുറിവ് പറ്റിയ വിക്കുവിന് ഒരടി പോലും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതുകണ്ട മൃഗങ്ങൾ എല്ലാവരും കൂടെ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി അവന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം കഴുകി വൃത്തിയാക്കി, മരുന്ന് വെച്ചു. അവന്റെ ആരോഗ്യം ശരിയാവുന്നതുവരെ ഭക്ഷണവും വെള്ളവും അവന്റെ വീട്ടിലെത്തിച്ചു. ഇതെല്ലാം കണ്ട വിക്കുവിന് സങ്കടമായി. ഇവർ എത്ര സ്നേഹത്തോടെയാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. ഞാനാണെങ്കിൽ ഇവരെ മാന്ത്രിക കല്ലിനു വേണ്ടി പറ്റിക്കുകയായിരുന്നല്ലോ. അവൻ വിഷമത്തോടെ ഓർത്തു. വിക്കു അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു.
ഇതുകേട്ട ഭീമൻ കരടി പറഞ്ഞു, സാരമില്ല വിക്കു, നീ ചെയ്ത തെറ്റെല്ലാം ഏറ്റുപറഞ്ഞല്ലോ. ഇനി ഒരിക്കലും ഈ തെറ്റ് നീ ആവർത്തിക്കാതിരുന്നാൽ മതി. നമുക്കെല്ലാവർക്കും സുഖമായി ഇവിടെ താമസിക്കാം. വിക്കുവും ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ തലയാട്ടി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.